ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യത്തിൽ മോശ സ്വന്തം വിവേകത്തിൽ ഊന്നി തനിക്ക് തല തോന്നലുകൾ ഉണ്ടാകുവാനിടയായി തീർന്നു. ആ തോന്നലുകൾ എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ നേതൃത്വം ഇസ്രായേൽ മക്കൾ അംഗീകരിക്കും. എങ്ങനെ? ഞാനിത് ചെയ്താൽ എന്താ ചെയ്തതെന്ന് നമുക്കറിയാം, അവിടെ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെ അങ്ങനെ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ആ രാജ്യം വിടേണ്ടി വന്നു. മിദ്യാന്യ ദേശത്ത് താൻ കടന്നു പോകുവാനിടയായി തീർന്നു. അപ്പം മിസ്രൈം വിട്ട് മിദ്യാന്യ ദേശത്ത് കടന്നു ചെന്നു. എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കണമായിരുന്നു. അപ്പോൾ ദൈവം എന്ത് ചെയ്തേനെ? അവനെ സഹായിച്ചേനെ. പക്ഷെ നോക്കിയില്ല, സ്വന്തം വിവേകത്തിലൂന്നി ചില തോന്നലുകളുണ്ടായി. പുതിയ നിയമത്തിൽ വായിക്കുന്നു, യേശു കർത്താവ് കൂടെ ഉണ്ടെന്ന് യോസഫും മറിയയും ഊഹിച്ചു എന്നാണ്. അപ്പോൾ ഊഹങ്ങൾ, തോന്നലുകൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. മനുഷ്യ ജീവിതമല്ലേ? അങ്ങനെ നമ്മൾ എന്ത് ചെയ്യരുത്? ക്രിസ്ത്യ ജീവിതത്തിൽ മുന്നോട്ട് പോകരുത്. ക്രിസ്തുവിൽ നമ്മൾ ആശ്രയിക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവമേ, ഇതിൽ നിൻ്റെ ഹിതം എന്താണ്, ഇതിൽ നിൻ്റെ ആലോചന എന്താണ് എന്ന് നമ്മൾ ദൈവത്തോട് ചോദിക്കണം. അപ്പോൾ ചോദിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ട ആലോചന തന്ന് നമ്മളെ സഹായിപ്പാൻ ശക്തനാണ്. സ്തോത്രം. എങ്കിലും നമ്മളോട് കർത്താവ് പറഞ്ഞ ഒരു ആലോചനയുണ്ട്, ഒരു ദൂതുണ്ട്. ദൈവജനത്തിൻ്റെ പ്രതിസന്ധികളെ പദ്ധതികളാക്കി മാറ്റുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ഈ പകൽ ഈ ദൂത് കേട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. മോശ ദൈവത്തിൻ്റെ ഹിതത്തിനായി സമർപ്പിക്കപ്പെട്ടു. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ 15 മുതൽ 25 വരെയുള്ള വാക്യത്തിൽ വായിക്കും, ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവത്തിൻ്റെ ശക്തി മോശയിൽ വ്യാപരിച്ചു എന്നാണ്. അങ്ങനെ മോശ കൈ നീട്ടി ചെങ്കടൽ രണ്ടായി പിളർന്നു, അല്ലേ? അതിലൂടെ ഇസ്രായേൽ മക്കൾ കടന്നു പോകാൻ തക്കവണ്ണം ഇടയായി തീർന്നു. മിസ്രൈമ്യ സൈന്യത്തെ ദൈവം എന്ത് ചെയ്തു? തകർത്ത് കളയുവാനും ഇടയായി. അപ്പോൾ സ്വന്തം വിവേകത്തിൽ ഊന്നിയ മോശയെ ദൈവം തൻ്റെ ഹിതത്തിനായി ഒരുക്കിയെടുത്തതുപോലെ, പ്രിയരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. സ്വന്തം വിവേകമൊക്കെ ഊന്നാനിടയായി നമ്മൾ തെറ്റുകൾ ചെയ്തു, കുറവുകൾ ചെയ്തു, തെറ്റുകളും കുറ്റങ്ങളുള്ള ദൈവത്തിൻ്റെ മനുഷ്യരാണെങ്കിലും ദൈവം നമ്മളെ കൈവിടുന്നില്ല, നമ്മളെ സഹായിപ്പാൻ ശക്തനാണ്. അതുകൊണ്ട് ദൈവഹിതം മോശയിൽ നിറവേറിയതുപോലെ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാൻ, സദൃശവാക്യം 3:5 വായിക്കുന്നത് പോലെ ദൈവത്തിൽ ആശ്രയിക്കുക. എന്നാൽ ദൈവം നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരും. കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് കർത്താവിൻ്റെ ഹിതത്തിനായി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രതിസന്ധികളെ പദ്ധതികളാക്കി മാറ്റുന്ന ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം. കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, ഈ തിരുവരെ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം. നാമത്തെ മഹത്വപ്പെടുത്തിയാലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.